ഹായ് ഗൈസ്, അപ്പൊ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സെറ്റപ്പ് ചെയ്യണം, കാറ്റഗറി എങ്ങനെ സെലക്ട് ചെയ്യണം, പ്ലേലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. അപ്പൊ ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം, വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്കാം. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നും അതിലേക്ക് വീഡിയോ ഇടണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ഒന്ന് കാണാം. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ അക്കൗണ്ട് ക്രോമിൽ സൈൻ ഇൻ ചെയ്യാം. എന്നതിന് ശേഷം വൈറ്റി സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരുന്നത് കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നതെങ്കിൽ കണ്ടിന്യൂ ടു സ്റ്റുഡിയോ എന്ന താഴെ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിൽ എത്തുന്നതായിരിക്കും. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് വരുന്നത് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ ജനറൽ എന്നാണ്. അതിൽ നമ്മുടെ കറൻസി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതായത് അത് മോണിറ്റൈസ് ആയതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ താഴെ കാണുന്ന ചാനൽ എന്നൊരു ഓപ്ഷനിൽ വരുന്ന സമയത്ത് ബേസിക് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നിട്ടാണോ വീഡിയോ ഇടുന്നത് ആ ഒരു കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന കീവേഡ്സ്, അതായത് നിങ്ങളുടെ ചാനൽ എന്ത് കാറ്റഗറി ബേസ്ഡ് ആണോ ആ ഒരു കാറ്റഗറിയിൽ കുറച്ച് കീവേഡ്സുകൾ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം താഴെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്തതിനു ശേഷം വീണ്ടും അതേപോലെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനലിലേക്ക് വന്നതിന് ശേഷം അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അഡ്വാൻസ് സെറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് ചോദിക്കും. ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കൽ കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നീട് അതിന്റെ താഴേക്ക് വരുന്ന സമയത്ത് ക്ലിപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് ക്ലിപ്സുകൾ എടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ടിക്ക് കൊടുത്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് അതിന്റെ താഴെ കാണുന്ന അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, കീവേഡ്സ്, ടാഗ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് നമ്മൾ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഓരോ വീഡിയോ ഡിഫറെന്റ് ആയിരിക്കും. അതിന് ഡിഫറെന്റ് ടൈറ്റിൽ കൊടുക്കേണ്ടി വരും, ഡിഫറെന്റ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടി വരും, ടാഗ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും നിങ്ങളുടെ ലിങ്കോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിവിടെ സേവ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ലിങ്ക് കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്ര കാര്യങ്ങളുള്ളൂ. അതിന്റെ അടുത്ത് അഡ്വാൻസ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ചാപ്റ്റേഴ്സ് എന്ന് കാണാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തന്നെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് യൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിന്റെ താഴെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ കിടക്കുന്ന സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോ ആർക്കും റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾ കോമൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ആർക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആക്കി വെക്കുകയാണെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കോമൺ ആക്കാം. ഓക്കെ, അതിന്റെ അപ്പുറത്ത് കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാറ്റഗറീസ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറി ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം അത് അവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് അവിടെ കാറ്റഗറി വളരെ സൂക്ഷിച്ച് ആലോചിച്ച് ഏതാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നീട് താഴെ കാണുന്നത് ലാംഗ്വേജ് ഓപ്ഷൻ ആണ്. അതായത് നിങ്ങൾ വീഡിയോ ഇടുന്നത് ഏത് ലാംഗ്വേജിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ മലയാളം, തമിഴാണെങ്കിൽ തമിഴ്, നിങ്ങളുടെ ഭാഷ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ വീഡിയോ ലാംഗ്വേജ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി രണ്ട് ഓപ്ഷൻസ് വേണമെന്നില്ല. അപ്പൊ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം. അപ്പൊ അതിനായിട്ട് ലെഫ്റ്റ് സൈഡ് ഡാഷ്ബോർഡിന്റെ താഴെ തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, വീഡിയോന്റെ ഐക്കണായിട്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൽ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് പ്ലേലിസ്റ്റ് കിടക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ പ്ലേലിസ്റ്റിന്റെ ടൈറ്റിൽ എന്താണെന്നും അതിലേക്ക് വേണ്ട ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും പിന്നെ അത് പബ്ലിക് ആക്കണോ അൺലിസ്റ്റ് ചെയ്യണോ എന്നത് ചൂസ് ചെയ്യാനും പിന്നെ അതിലേക്കുള്ള വീഡിയോസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കുക. എന്നതിന് ശേഷം അത് പബ്ലിക് ആക്കി വെക്കുക. ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റ് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്ലേലിസ്റ്റ് അവിടെ കാണിക്കുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ഞാനിപ്പോ ചുമ്മാ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഏതെങ്കിലും വീഡിയോ അതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുന്നപ്പോൾ എന്റെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ എന്റെ ഒരു വീഡിയോ അതിലേക്ക് ആഡ് ആയി. അപ്പൊ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ എനിക്ക് വീഡിയോനെ കുറിച്ച് ഇത്ര കാര്യങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത
അടുത്ത നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.